അപ്പോൾ എന്താണ് ബാലൻസ് ഷീറ്റ്, എന്തിനൊക്കെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആ മൊഡ്യൂൾ. വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ഫേമിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. ഇനി ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അസറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യും, ലയബിലിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻക്ലൂഡ് ചെയ്യും, ടോട്ടൽ ഡെബിറ്റ് എത്രയാണ് വരുന്നത് എല്ലാം നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ പ്രീവിയസ് മൊഡ്യൂൾസിലൊക്കെ ആ ഇക്വേഷനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം നമുക്കൊന്നുകൂടി റീകോൾ ചെയ്യാം. അസറ്റ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണ്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എപ്പോഴും അസറ്റ്സിനെയും മറ്റു സൈഡിൽ എപ്പോഴും നമ്മൾ എന്തിന് ലയബിലിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാകും? അക്കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് അസറ്റ്സ്, എന്താണ് ലയബിലിറ്റി എന്ന് നോക്കാം. അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേമിൻ്റെ റിസോഴ്സ് ആണ്, അല്ലെങ്കിൽ കമ്പനി ഓൺ ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സിനെ നമുക്ക് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കറണ്ട് അസറ്റ് ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നോൺ കറണ്ട് അസറ്റോ അല്ലെങ്കിൽ ലോങ് ടേം അസറ്റോ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വരുന്നതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന കടബാധ്യതകൾ, അല്ലെങ്കിൽ നമുക്ക് ബാധ്യതയായിട്ട് വരുന്ന എന്തൊരു കാര്യത്തിനെയും, ഒരു ഫേമിന് ബാധ്യതയായിട്ട് വരുന്ന എന്തിനേയും നമുക്ക് ലയബിലിറ്റി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദി എമൗണ്ട് ദാറ്റ് കമ്പനി ഓഫ്സ് ടു ദി ക്രെഡിറ്റേഴ്സ്. നമ്മളുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസേനെ ആയിട്ട് നമുക്ക് ലയബിലിറ്റി എന്ന് പറയാം. ഒരു ബിൽ പേയ്മെന്റ് ആണെങ്കിൽ അതെന്ത് പറയാ, എന്തായിട്ട് പറയാം? ലയബിലിറ്റി ആയിട്ട് പറയാം. പേയബിൾ ആയിട്ടുള്ള എന്തും ലയബിലിറ്റി ആണ്. ലയബിലിറ്റിനെയും നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് ലയബിലിറ്റിയും അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഇവിടെ വരുന്നത് ആരാണ്? ഓണേഴ്സ് ഇക്വിറ്റി അല്ലെ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കും, അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റിനെ കാണിക്കും. ഇവിടെ അസറ്റ്സ് ആർ ഈക്വൽ ടു ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. ആസ് വി ഓൾ നോ, നമ്മളുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ആണ് അല്ലെ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ബാലൻസ് ഷീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സോൾ പ്രൊപ്പറേറ്ററിഷിപ്പ് ആണ്. അതായത് ഞാനൊരു ഫേം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഫേം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എമൗണ്ട് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേ സമയം തന്നെ എന്താണ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫേമിന് അത് എനിക്ക് തരാനുള്ളൊരു കടബാധ്യതയാണ്. ഓക്കെ, അങ്ങനെ അപ്പം നമ്മൾ എന്തും കണക്കാക്കുന്നതാണ് ഒരു ബാലൻസ് ഷീറ്റിൽ. ഓണേഴ്സ് ഇക്വിറ്റി അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും കൂടി കണക്കാക്കുന്നതാണ്. ബാലൻസ് ഷീറ്റിനെ തന്നെ നമ്മൾ വേറെ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷനെ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതായത് ബാലൻസ് ഷീറ്റിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ മുന്നേ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? ട്രയൽ ബാലൻസിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് അക്കൗണ്ട് വരും, ട്രേഡിങ് അക്കൗണ്ട്സ് വരും ഇല്ലേ, അതുപോലെ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, ഇങ്ങനെ കുറേ അക്കൗണ്ട്സ് നമ്മുടെ മുന്നേ വരുന്നുണ്ട് ഇല്ലേ. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ എന്താണ്? കറക്റ്റ് ആകണം. അങ്ങനെ നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്ന ഒരു ബാലൻസ് ഷീറ്റിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി തെറ്റായിട്ട് നമ്മൾ ലെഡ്ജറിലോ ജേർണലിലോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ തെറ്റ് അതുപോലെ പകർത്തിയിട്ട് നമ്മളുടെ റിസൾട്ടിലും ബാലൻസ് ഷീറ്റിൽ വരുന്ന റിസൾട്ടിലും കാണിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെ പറയുന്നതാണ് ഗാർബേജ് ഇൻ ആൻഡ് ഗാർബേജ് ഔട്ട് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളുടെ കമ്പനിയുടെ അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലും ഇത് തന്നെയാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അക്കൗണ്ട്സ് അല്ല. ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മളുടെ കമ്പനിയിൽ എന്തൊക്കെയുണ്ട്, ഇത് ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? നമ്മൾ ഫേമിൽ ഒരു ക്രെഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡെബിറ്റ് നടന്നിട്ടുണ്ടാകും, ഡെബിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റും നടന്നിട്ടുണ്ടാകും. നമുക്ക് പിന്നെ വരുന്ന ഒരു ബാലൻസ് ഷീറ്റ് എന്താണ്? നമുക്ക് ബാലൻസ് ഷീറ്റ് പോലെ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, മറ്റൊരു സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസും എന്താണ്? അക്കൗണ്ട്സ് അല്ല. അപ്പോൾ ഇതെന്താ? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് വരുന്നത്? പ്രിപ്പയർഡ് ഓൺ സ്പെസിഫൈഡ് ഡേറ്റ്.
നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റിലാണ്. അതായത് എപ്പോഴും നമ്മൾ അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്, ഒന്നെങ്കിൽ മാർച്ച് 31 അല്ലെങ്കിൽ ഡിസംബർ 31 ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാലൻസ് ഷീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മളുടെ അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും ലയബിലിറ്റീസിനെ കാണിക്കും, ലയബിലിറ്റീസിനെ ക്രെഡിറ്റ് ബാലൻസിലാണ് കാണിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും നമ്മൾ അസറ്റ്സിനെ കാണിക്കും. അതിനെ എങ്ങനെയായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് നമ്മൾ അസറ്റ്സിനെ കാണിക്കുന്നത്. ഇനി ഫോർത്ത് പോയിന്റിൽ പറയുന്നത് എന്താ, നോളജ് അബൌട്ട് ദി നേച്ചർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള അസറ്റ്സും ലയബിലിറ്റീസും അവരെ നേച്ചർ കാണിക്കുന്നതാണ്. ലൈക്ക് ലിക്വിഡ് അസറ്റ്സ് ആണോ, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ആണോ, ഫിക്സ്ഡ് അസറ്റ്സ് ആണോ, അങ്ങനെ ഏത് നേച്ചറാണ് എന്ന് വരുന്നത് കാണിക്കും. ഇനി അതുപോലെ തന്നെ ലയബിലിറ്റീസിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് ആണോ, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് ആണോ, റിസർവ് ആണോ, അങ്ങനെ എല്ലാതും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ ലയബിലിറ്റീസ് ആയാലും അസറ്റ്സ് ആയാലും ഇതിൻ്റെ നേച്ചർ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടാകും. ഫിഫ്ത്ത് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നോളജ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മളുടെ ബാലൻസ് ഷീറ്റ് നമ്മളുടെ ഫേമിൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷനെ കാണിച്ചു തരും. ഈ ഒരു ഫിനാൻഷ്യൽ പൊസിഷനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, നമ്മളുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ റേഷ്യോസ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സിക്സ്ത് പോയിന്റിൽ വരുന്നതാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടാലി ഈച്ച് അതർ. എങ്ങനെയാണ് അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ ടാലി ചെയ്യുന്നത്, നമ്മളുടെ ടോട്ടൽ അസറ്റ്സ് എപ്പോഴും ലയബിലിറ്റീസ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് പറയാൻ പറ്റും, നമ്മളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട് എന്ന് പറയാം. അതായത് അക്കോർഡിംഗ് ടു ദ അക്കൗണ്ടിങ് ഇക്വേഷൻസ് അസറ്റ്സ് ആർ ഓൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ്. അസറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ഈക്വൽ ആണ്. ആൻഡ് പ്രൊപ്പറേറ്ററീസ് ഇക്വിറ്റി. അതായത് അസറ്റ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് എന്താണ്, ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ളതാണെന്ന് നമുക്ക് ഏത് ഇക്വേഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്, അക്കൗണ്ടിങ് ഇക്വേഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ഇനി ബാലൻസ് ഷീറ്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ എത്രത്തോളം ബാലൻസ് ഷീറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് എത്രത്തോളം പ്രൊഫഷണൽ ആകുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റിൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പ്രൊഫഷണൽ ഫോർമാറ്റ് ആക്കുന്നു അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബാലൻസ് ഷീറ്റിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. രണ്ടാമത്തെ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നു അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അതായത് നമ്മളുടെ എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, എത്ര ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഫോർത്ത് പോയിന്റിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്താണ്. അപ്പോൾ നമുക്കായാലും നമ്മളുടെ മാനേജ്മെൻറ്റിനായാലും ഇനി എത്ര മണി നമ്മൾ ബോറോ ചെയ്യണം, അത് ബോറോ ചെയ്യുന്ന മണി ഷോർട്ട് ടേമിനാണോ ലോങ് ടേമിനാണോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബോറോ ചെയ്യുമ്പോൾ എന്താണ്, ഒബ്വിയസ്ലി നമ്മൾ അവിടെ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കണം, നമ്മൾ ബോറോ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ പ്രോഗ്രസ് എന്താണ് എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് apart from owners, management and staff, there are shareholders who required information about financial growth. നമ്മളുടെ കമ്പനിക്ക് പുറമെ ലൈക്ക് നമ്മളുടെ കമ്പനിയിലുള്ള ഓണേഴ്സ് ആകട്ടെ, മാനേജ്മെന്റ് ആകട്ടെ, സ്റ്റാഫ്സ് ആകട്ടെ, ഇതിന് പുറമെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം വരുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്, ഇവർ നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ക്യാഷ് നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ക്യാഷ് അവിടെ സേഫ് ആണോ അല്ലേ എന്നുള്ളത് ഇവർക്ക് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആറാമതായിട്ട് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും നമ്മുടെ കമ്പനിയിൽ ഭയങ്കര താല്പര്യം കാണിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം അതെന്താ, അവർക്കൊരു മെച്ചമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മളുടെ ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷനെ നോക്കും. അപ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണി ഡ്രോ ചെയ്യണോ എന്നൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഒരു 6 ബാലൻസ് ഷീറ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ട്, ബാക്കി ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇനി
സെവൻത്ത് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു സെപ്പറേറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ടാകും. ഈ സെപ്പറേറ്റ് നോട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ലോസ് ഓർ പ്രോഫിറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് കോളം കൊടുക്കുന്നത്. ഈ ഒരു സെപ്പറേറ്റ് കോളത്തിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് നമുക്ക് ലോസ് വന്നിട്ടില്ല എന്നൊക്കെ കാണിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കറൻ്റ്ലി ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം പല ഫേമുകളും നഷ്ടത്തിലാണ് റൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്താണ് റീസൺ എന്നുള്ളത് കാണിക്കും. അല്ലെങ്കിൽ ഒരു 2-3 വർഷം മുന്നേ ആണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും പ്രളയം ഉണ്ടായിരുന്നു. ഒരു 2 വർഷം 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രളയം ഉണ്ടായില്ല. അപ്പോൾ എന്താണ് അങ്ങനെ കമ്പനിയിലോട്ട് വെള്ളം കയറിയിട്ട് കമ്പനിയുടെ അസറ്റ്സ് നശിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം എന്താണ്, നമ്മളുടെ കമ്പനിയിൽ നഷ്ടം വരും. അപ്പോൾ ഇത് എന്ത് ചെയ്യും, നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് കാണിക്കും. ഇനി വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. നമ്മൾ പ്രൊഫഷണൽ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ ഒന്നുകൂടി ഈസി ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റേഴ്സ് ആകട്ടെ, അതായത് യൂസേഴ്സ് ഉണ്ടാകുമല്ലോ, ബാലൻസ് ഷീറ്റിൻ്റെ യൂസേഴ്സ് സച്ച് ആസ് ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, ഇവർക്കൊക്കെ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ ഗ്രോത്ത് എത്രയാണ്, നമ്മളുടെ കറണ്ട് ഇയറിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, നമ്മൾ വല്ല ലോണിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ ബാങ്കുകാർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മളുടെ കമ്പനിക്ക് ബാങ്ക് ലോൺ തരണോ വേണ്ടയോ എന്നുള്ളത് ബാലൻസ് ഷീറ്റ് നോക്കി അവർക്ക് നമ്മുടെ കമ്പനി ഗ്രോത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, നമ്മളുടെ കമ്പനിയിലോട്ട് ലോണ് തരുന്നതും തരാതിരിക്കുന്നതും ഒക്കെ. ഇനി നാലാമതായിട്ട് വരുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ബിസിനസ് അക്കംപ്ലിഷ്മെന്റ് ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ കമ്പനി. നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മളുടെ ഗ്രോത്ത് എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, എങ്ങനെയാണ് കമ്പനി റൺ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ബാലൻസ് ഷീറ്റിൽ നിന്ന്. ഇനി ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് എന്താ ഡിസ്കസ് ചെയ്യുന്നത്, കമ്പനീസ് ബിസിനസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് അനാലിസിസ് ക്യാൻ ഡിറ്റക്ട് ബിസിനസ് എക്സ്പാൻഷൻ ആൻഡ് ഫ്യൂച്ചർ എക്സ്പെൻസസ്. നമ്മളുടെ കമ്പനി നിലവിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ എങ്ങനെ റൺ ചെയ്യും എന്നുള്ളതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഫ്യൂച്ചറിനെയും കൂടി പറയാൻ പറ്റും ആർക്ക്, ബാലൻസ് ഷീറ്റിന്. പേർപ്പസ് ഓഫ് ബാലൻസ് ഷീറ്റ്, നമ്മൾ എന്തിനാണ് ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിച്ചു തരുന്നതാണ്. നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്ന അസറ്റ്സ് എന്താ, ലയബിലിറ്റീസ് എന്താണ്, എത്രത്തോളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം എന്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്, ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ഈസ് റിക്വയർഡ് ടു അനലൈസ് ദി സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഫോർ സെവറൽ കോൺസിക്യൂട്ടീവ് പീരിയഡ്സ്. നമ്മളുടെ ഈ വർഷം വന്നിട്ടുള്ള നമ്മളുടെ ഗ്രോത്ത് എന്താ, കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഏതിൽ നിന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്, ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇയറിൻ്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേം എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് റൺ ചെയ്യുന്നത്, നമ്മളുടെ ഫേം എത്ര റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം റിസോഴ്സ് റിട്ടേൺ ആക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ബാലൻസ് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇനി ഹൗ ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ്, എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ബാലൻസ് ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സെർട്ടൈൻ സ്റ്റെപ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് കമ്പോസ് ട്രയൽ ബാലൻസ്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ട്രയൽ ബാലൻസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ലെഡ്ജറിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് എന്നറിയാം. അപ്പോൾ ട്രയൽ ബാലൻസിൽ നമ്മൾ ലെഡ്ജറിൽ കൊടുത്തിട്ടുള്ള എൻട്രീസ് എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ട്രയൽ ബാലൻസിനെ പ്രിപ്പയർ ചെയ്യും. രണ്ടാമതായിട്ട് വരുന്നതാണ് അറേഞ്ച് ദ ട്രയൽ ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആണെങ്കിൽ നമുക്ക് എന്ത് അതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ കൊടുത്തിട്ടുള്ള ലെഡ്ജർ എൻട്രീസ് എല്ലാം പക്കയാണ് എന്നുള്ളത്. പക്ഷേ ഒരു ലിമിറ്റേഷൻ നമ്മൾ ആ ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ടാലി ആണെങ്കിൽ പോലും ഹിഡൻ ആയിട്ടുള്ള എറേഴ്സ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസിൽ വരുന്ന എല്ലാ മിസ്റ്റേക്സിനെയും അവോയ്ഡ് ചെയ്തിട്ട് ട്രയൽ ബാലൻസിനെ പക്കയാക്കിയിട്ട് വെക്കും. ഇനി തേർഡ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എല്ലാ എക്സ്പെൻസസ് അക്കൗണ്ട്സിനെയും അതുപോലെ തന്നെ എല്ലാ റവന്യൂ അക്കൗണ്ട്സിനെയും ഡിസ്കാർഡ് ചെയ്യുക. നമ്മൾ ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എക്സ്പെൻസസ് ആവട്ടെ, റവന്യൂ ആവട്ടെ, ലോസസ് ആവട്ടെ, ഗെയിൻ ആവട്ടെ, ലയബിലിറ്റീസ് ആവട്ടെ, ഇക്വിറ്റി ആകട്ടെ, അസറ്റ്സ് ആകട്ടെ, ഇങ്ങനെ എല്ലാ അക്കൗണ്ട്സിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അക്കൗണ്ട്സിനെ എല്ലാം നമ്മൾ ട്രയൽ ബാലൻസിൽ എക്സ്ക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. നമ്മൾ
യൂസ് ചെയ്യാതിരിക്കുക. ഇനി എന്താ പറയുന്നത്, അടുത്ത പോയിന്റ്, കാൽക്കുലേറ്റ് ദ റിമൈനിങ് അക്കൗണ്ട്സ്. നമ്മൾ ബാക്കി വരുന്ന എല്ലാ അക്കൗണ്ട്സിനെയും, ട്രയൽ ബാലൻസിൽ വരുന്ന എല്ലാ അക്കൗണ്ട്സിനെയും ആഡ് ചെയ്തിട്ടാണ് ട്രയൽ ബാലൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിൽ വരുന്ന ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്? ക്യാഷ് അക്കൗണ്ട് ആകാം, അക്കൗണ്ട്സ് റിസീവബിൾ ആകാം, ഇൻവെൻട്രി ആകാം, ഫിക്സ്ഡ് അസറ്റ്സ് ആകാം, അതർ അസറ്റ്സ്, അക്കൗണ്ട്സ് പേയബിൾ, അക്രൂഡ് ലയബിലിറ്റീസ് ആകാം, ഡെപ്റ്റ് ആകാം, അതർ ലയബിലിറ്റീസ് ആകാം, അതുപോലെ തന്നെ കോമൺ സ്റ്റോക്കും വരാം, റീറ്റെയിൻഡ് ഏർണിങ്സും വരാം. ഇത്രയും അക്കൗണ്ട്സിനെ നമ്മൾ ട്രയൽ ബാലൻസിൽ സം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിനെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, നമ്മളുടെ ബാലൻസ് ഷീറ്റിലോട്ട് കൊടുക്കുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് വാലിഡേറ്റ് ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ഈ ടോട്ടൽ ചെയ്തിട്ടില്ല എല്ലാ അസറ്റ്സിനെയും നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലയബിലിറ്റീസിനെയും ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിനെയും നമ്മൾ എവിടെ കാണിക്കുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട്. ഈ അസറ്റ്സ് ആകട്ടെ, ലയബിലിറ്റീസ് ആകട്ടെ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ പ്രൊഫഷണൽ ഫോർമാറ്റിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റ് പക്കയായിട്ട് റെഡി ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ കമ്പോണൻസ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് അസറ്റ്സ് എന്നുള്ളത്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ റിസോഴ്സസ് ആണ്, ദാറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് റവന്യൂ ത്രൂ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിലൂടെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തും അസറ്റ്സ് ആണ്. ഇനി അസറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റ് ആയിട്ടും കറണ്ട് അസറ്റ്സ് ആയിട്ടും. ഈ ഇതിൽ കൂടാതെ അസറ്റ്സ്, ലിക്വിഡ് അസറ്റ്സ് വരും, വേസ്റ്റിംഗ് അസറ്റ്സ് വരും, പിന്നെ കണ്ടീജിയൻറ്റ് അസറ്റ്സ് വരും, ഫിക്ഷ്യസ് അസറ്റ്സ് വരുന്നുണ്ട്. അതിൽ എന്താണ് ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് നോക്കാം. നമ്മളുടെ അസറ്റ്സ് നമ്മൾ റീസെയിൽ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്ന അസറ്റ്സിനെ പറയുന്നതാണ് ഫിക്സ്ഡ് അസറ്റ്സ് എന്നുള്ളത്. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ലൈഫ് കമ്പാരിറ്റീവ്ലി ലോങ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് മസ്റ്റ് നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ കൺസ്യൂംഡ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് വിത്തിൻ എ പീരിയഡ് ഓഫ് വൺ അക്കൗണ്ടിങ് സൈക്കിൾ. നമുക്ക് ഒരു വർഷത്തിലായിട്ട്, അങ്ങനെ കുറച്ച് കാലത്തിലായിട്ട് ഉപയോഗിച്ചിട്ട് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു അസറ്റ് അല്ല എന്ത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ വരുന്നത് എന്താണ്? നമ്മളുടെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ഗുഡ്സിനെയും സർവീസസിനെയും ഒക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നമുക്ക് ഈ അസറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു അസറ്റിനെ നമ്മൾ ബ്ലോക്ക് എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ആ ഒരു അസറ്റ്സിൻ്റെ എക്സാമ്പിൾസിൽ വരികയാണെങ്കിൽ ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, അതുപോലെ തന്നെ നമ്മളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് വരാം, സോ ആൻഡ് സോ. കറണ്ട് ഫ്ലക്ച്വേറ്റിംഗ് സർക്കുലേറ്റിംഗ് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് മീൻ ചെയ്യുന്നത് നമ്മളുടെ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് യൂസ് ചെയ്തിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർട്ടിക്കുലർ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ വരുന്ന അസറ്റ്സിന് പറയുന്നതാണ് കറണ്ട് അസറ്റ്സ് എന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അവരൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കി അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് വരെ അത് അവരുടെ ഒരു അസറ്റാണ്, നിലവിലുള്ള അസറ്റാണ്. വിറ്റ് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പിന്നെ ക്യാഷ് ആയിട്ട് കിട്ടുന്നതാണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കറണ്ട് അസറ്റിൽ മീൻ ചെയ്യുന്നത്. ഇനി സർക്കുലേറ്റിംഗ് അസറ്റ്സ് വരുന്നുണ്ട്. സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിഫ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഓരോ അസറ്റ്സിനെ എടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ പറ്റും. ക്യാഷിനെ വീണ്ടും നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് റോ മെറ്റീരിയൽസ് ആക്കാൻ പറ്റും. റോ മെറ്റീരിയൽസിനെ വീണ്ടും അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കാൻ പറ്റും. വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് വരുന്ന ഓരോ റോ മെറ്റീരിയൽസിനെയും നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കിയതിന് ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ വീണ്ടും നമ്മൾ ഡെബിറ്റേഴ്സിന് കൊടുക്കും. അത് ക്രെഡിറ്റ് സെയിൽ നടത്തും, അല്ലെങ്കിൽ ഡെബിറ്റ് നടത്തും. ഇതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്നുള്ളത്. ഇനി കറണ്ട് അസറ്റ്സിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് മാനറിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ്, ലോൺസ്, അഡ്വാൻസസ്. കറണ്ട് അസറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ലോങ് ടേം ലൈഫ് ഉണ്ടാകണം, പിന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാകണം യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന ഏതിനെയും നമ്മൾ എന്ത് പറയും, കറണ്ട് അസറ്റ്സ് എന്നുള്ളതായിട്ട് പറയും. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മണിയാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കറണ്ട് അസറ്റ്സ് എന്നായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലോണ്, പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ വരുന്ന ഓരോന്നും ഒക്കെ എന്താണ്, കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് മീൻ ചെയ്യുന്നത് നമ്മുടെ കമ്പനിക്ക് വരുന്ന ബാധ്യത.
നമ്മളുടെ കമ്പനി മറ്റൊരാൾക്ക് പേ ചെയ്യാൻ വരുന്ന എന്തൊന്നും ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ലിഗേഷൻസ്, കമ്പനിയുടെ ഒബ്ലിഗേഷൻസിനെ എല്ലാം ലയബിലിറ്റി എന്ന് പറയാം. ലയബിലിറ്റിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് ലയബിലിറ്റിയും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയും. ഫിക്സ്ഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ലയബിലിറ്റീസിന് പറയുന്നതാണ് ഫിക്സ്ഡ് ലയബിലിറ്റി എന്നുള്ളത്. ഇനി ഷോർട്ട് ടേം പേബിൾ ആയിട്ട് വരുന്ന ലയബിലിറ്റീനെ പറയുന്നതാണ് കറണ്ട് ലയബിലിറ്റി എന്നുള്ളത്. ബാലൻസ് ഷീറ്റിന് രണ്ട് മെത്തേഡാണ് വരുന്നത്. അതായത് ഒന്ന് ഹൊറിസോണ്ടൽ ഫോമും രണ്ടാമതായിട്ട് വരുന്നത് വെർട്ടിക്കൽ ഫോമാണ്. അതിൽ ഹൊറിസോണ്ടൽ ഫോമിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ലയബിലിറ്റീസിനെ കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ അസെറ്റ്സിനെ കൊടുക്കും. ഈ അസെറ്റ്സിൽ എന്തൊക്കെയാണ് കാണിക്കും? ഫിക്സ്ഡ് അസെറ്റ്സ് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡിൽ തന്നെ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് കൊടുക്കും. ക്യാപിറ്റലിൻ്റെ കേസിലാകുമ്പോൾ ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നത്? ഡ്രോയിങ്സ് ആണോ, നെറ്റ് പ്രോഫിറ്റ്സ് ആണോ വരുന്നത്, റിസർവ് ആണോ, ലോങ് ടേം ലയബിലിറ്റീസ് ആണോ വരുന്നത്, കറണ്ട് ലയബിലിറ്റീസ് ആണോ വരുന്നത് എന്നുള്ളതെല്ലാം കാണിക്കും. ഇനി വെർട്ടിക്കൽ ഫോമിൻ്റെ കേസിൽ വരുമ്പോൾ വെർട്ടിക്കൽ ഫോമിനെ നമ്മൾ മറ്റൊരു പേര് വെച്ചിട്ടും കൂടി വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. വെർട്ടിക്കൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റിനെ നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ട്. അതായത് സോഴ്സ് ഓഫ് ഫണ്ടും പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും ആയിട്ട് മാറ്റുന്നുണ്ട്. അതിൽ നമ്മളുടെ ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കോളമാണ് വരുന്നത്. ഒന്ന് പെർട്ടിക്കുലേഴ്സ്, ഒരു സൈഡിൽ പെർട്ടിക്കുലേഴ്സ് വരും, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സും റൈറ്റ് സൈഡിൽ എമൗണ്ടാണ് നമ്മൾ എഴുതുന്നത്. ഇതിൽ തന്നെ ഈ സോഴ്സ് ഓഫ് ഫണ്ടിനെ തന്നെ നമ്മൾ എങ്ങനെ വരുന്നുണ്ട്? അതിലെന്തൊക്കെയാണ് വരാം? ഫണ്ട് വരാം, പ്രൊപ്പറേറ്റർ ഫണ്ട് വരാം. അതുപോലെ തന്നെ പ്രൊപ്പറേറ്റർ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ആഡ് ചെയ്യും. പിന്നെ ഇക്വിറ്റി ഷെയർസ് വരാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽസ് വരാം. ഇങ്ങനെ വീണ്ടും സബ് ഡിവിഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇനി വരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും പിന്നെ ബോറോഡ് ഫണ്ടും. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ത് ചെയ്യും? ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം ആയിട്ട് എടുക്കുന്ന ഫണ്ടുകളെ പറയുന്നതാണ് ലോങ് ടേം ഫണ്ട് എന്നുള്ളത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മളെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വഴി നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ ഉണ്ടാവില്ലേ, അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് മീൻ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് എന്നുള്ളതായിട്ട് പറയാം. നമുക്ക് ഫണ്ട് കിട്ടാനുള്ള വഴീനെ പറയുന്നതാണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നുള്ളത്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിന് 3 ഹെഡാണ് വരുന്നത്. ഫിക്സ്ഡ് അസറ്റ് വരും, ഇൻവെസ്റ്റ്മെന്റ് വരും, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ വരും. ഈ 3 ഹെഡിനെയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ലോങ് ടേം അസറ്റ്സിനെ പറയുന്നതല്ലേ ഫിക്സ്ഡ് അസറ്റ്സ് എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു തരത്തിലുള്ള അസറ്റ് തന്നെയാണ്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ സോഴ്സ് ഓഫ് ഫണ്ടിനായിട്ട് ഈക്വൽ ആകുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ 10th മൊഡ്യൂളിൽ പറയുന്നത്. ടാറ്റാ ബൈ ബൈ.